സിംഹമില്ലേ, സിംഹത്തിന് അതിന്റെ വീട്ടിൽ കയറി അടിക്കുക, മുറുക്കുമാമിന്റെ വീട്ടിൽ പോയി പെണ്ണാലോചിക്കുക, മുള്ളമ്പന്നിയെ പഞ്ഞി കിട്ടിയതിന്റെ മുള്ളൊക്കെ പറിച്ചെടുക്കുക, ഇങ്ങനെ തലതെറിച്ച പരിപാടികൾ മാത്രം കയ്യിലൊരു മുതലുണ്ട്. ധൈര്യത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ചാൾസ് ശോഭരാജ് മുമ്പ് സൈഡിലോട്ട് മാറി നിൽക്കും. അന്തമാതിരി ഒരു സാധനം. സംഭവം വേറെ ആരുമല്ല, ദ ഗ്രേറ്റ് ഹണി ബാഡ്ജർ സാർ. ഞാൻ ആദ്യം ഒരു സാധനത്തെ കണ്ടത് ദ ഗോഡ്സ് മസ്റ്റ് ബി ക്രൈസി എന്ന് പറഞ്ഞൊരു സിനിമയാണ്. അല്ല, നായകന്റെ കൂടെ തന്നെ നടന്ന അവസാനം വരെ അയാളെ വിടാതെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞു ജീവി, അതായിരുന്നു ഈ ഹണി ബാഡ്ജർ. ഈ പേടിക്കാനുള്ള ബുദ്ധി ഇവന് ജന്മനാ ഇല്ല. അതുകൊണ്ട് തന്നെ ലോകത്തുള്ള ഒരു ജീവിയും ഇതിന് പേടിയുമില്ല. ഇതിന്റെ മന്ത്രം ഞാൻ വിടാമുയർച്ചയാണ്, നെവർ ഗീവ് അപ്പ്. അതായത് എതിർത്ത് നിൽക്കുന്ന ജീവി തോറ്റു പിന്മാറിയാലും ഇവ അടി കൂടിക്കൊണ്ട് തന്നെ ഇരിക്കും. ഇനി അത് പോയാൽ അതിന്റെ കൂടെ പോയി അടിക്കും. അന്തമാതിരി ഒരു വൃത്തികെട്ട കോൺഫിഡൻസ് ആണ് ഇതിനുള്ളത്. ഇതിന്റെ ഈ കോൺഫിഡൻസിന്റെ ഒരു പ്രധാന കാരണം ബയോളജിയാണ്. അതായത് ഇതിന്റെ സ്കിൻ എന്ന് പറഞ്ഞാൽ നല്ല കട്ടിയുള്ള സ്കിന്നാണ്. മാത്രമല്ല ഇത് റബ്ബർ പോലെ ഇങ്ങനെ വലിക്കാൻ പറ്റും. ഈ വഴിയെ വെറുതെ പോണ സിംഹങ്ങളെയൊക്കെ ഇവ അങ്ങോട്ട് പോയി അടിക്കും. സിംഹങ്ങളെ ഇവനെടുത്തിട്ട് ഉടുക്കും. മാത്രമല്ല രണ്ടറ്റത്തും ചിലപ്പോൾ കടിച്ചൊക്കെ വലിക്കും, റബ്ബർ ബാൻഡ് പോലെ. പക്ഷെ ഇവന്റെ സ്കിന്നിന്റെ ഈ കഴിവ് കൊണ്ട് ഇവനൊന്നും പറ്റൂല. കുറെ നേരം കഴിയുമ്പോൾ സിംഹങ്ങൾ ഇവനെ വെറുതെ വിട്ടിട്ട് പോകും. അവനെ അടിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി വെറുതെ ഇട്ടിട്ട് പോകും. പക്ഷെ ഇവ അപ്പോഴും ഈ സിംഹങ്ങളെ പുറകെ അങ്ങോട്ട് പോകും അടിക്കാനായിട്ട്. ബയോളജിക്കലി ഇതിന് കിട്ടിയിട്ടുള്ള വേറൊരു കഴിവാണ് വെനം റെസിസ്റ്റൻസ്. അതായത് വിഷത്തിനെ പ്രതിരോധിക്കാൻ പറ്റും. ഇത് സിംഹത്തിനെ ചൊറിയുന്ന പോലെ പാമ്പിനെയും പോയി ചൊറിയും. അതിന് ആദ്യം വരെ തല കടിച്ച് പറിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഒരു പക്ഷേ കൊത്ത് കിട്ടിയാലും ഒരു 2 മണിക്കൂർ ആശാൻ ഈ അടിച്ച് ബൂസായതോടെ കിടക്കും. എന്നിട്ട് ഒന്നും സംഭവിക്കാതെ എണീറ്റ് വരും, ഈ പാമ്പിന്റെ അടുത്ത് തിന്നും പോകും. ഇനി എന്തുകൊണ്ടാണ് ഈ ഹണി ബാഡ്ജറിന് ഇങ്ങനെ ഒരു കഴിവ് ഉള്ളത് എന്ന് നമ്മൾ നോക്കിയാൽ അത് ഇവരുടെ പരിണാമം, ഇവല്യൂഷനിലേക്ക് നമ്മൾ നോക്കേണ്ടി വരും. ഭൂമിയിൽ ഇവരുണ്ടായ സമയത്ത്, ഇവരുണ്ടായി വന്ന ആ സാഹചര്യത്തിൽ ഇവരെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് ഉണ്ടായിരുന്നത് വലിയ വലിയ പ്രൊഡക്റ്റേഴ്സ് ആയിരുന്നു. സിംഹത്തിനൊക്കെ പോലെ വലിയ പ്രൊഡക്റ്റേഴ്സ് ആയിരുന്നു. അപ്പൊ ഇവർക്ക് ഈ കുഞ്ഞന്മാർക്ക് ഫുഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഈ വലിയ പ്രൊഡക്റ്റേഴ്സിനെ തോപ്പിക്കാനും പറ്റില്ല. ഇവർക്ക് 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു, ഒന്നുകിൽ ഫൈറ്റ് അല്ലെങ്കിൽ ഫ്ലൈറ്റ്. ഈ ഫ്ലൈറ്റ് ഓടി ഒളിച്ചവരെല്ലാം മരിച്ചുപോയി, ഫുഡ് കിട്ടിയില്ല. ഈ ഫൈറ്റ് ചെയ്ത് ആ പ്രൊഡേറ്റേഴ്സിനെ ഫൈറ്റ് ചെയ്ത് നിന്ന് ഫുഡ് അവരെ നിന്ന് പിടിച്ചെടുത്തവർ മാത്രമേ ജീവിച്ചുള്ളൂ. ഇപ്പോൾ ഉള്ള ഹണി ബാഡ്ജേഴ്സ് എല്ലാം അതിന്റെ തലമുറകളായിട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ എവല്യൂഷൻ വഴി നമ്മുടെ നാച്ചുറൽ പെയിൻ കില്ലർ ആയിട്ടുള്ള എൻഡോർഫിൻ ഇവർക്ക് പെട്ടെന്ന് റിലീസ് ആവും. അതുപോലെ തന്നെ ഈ ഫിയർ ഉണ്ടാക്കുന്ന കോർട്ടിസോൾ വളരെ പതുക്കെ റിലീസ് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് ഇവർക്ക് ഈ ഹൈ പെയിൻ ടോളറൻസും ലെസ് ഫിയറും ഉള്ളത്.